പുഴുങ്ങിയ മുട്ട വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ അത് കാണിക്കുന്നത്. ഇത് നമുക്ക് രാവിലെയും വൈകുന്നേരം ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്ലിറ്റ് ഇട്ട് കൊടുക്കാൻ കേട്ടോ, മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ മുട്ടയിലും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉണ്ടാവും. അതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവ് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് മാത്രം എടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ ഇത് കരിഞ്ഞു പോകും, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ അത്രയും മുളക് എടുക്കരുത് കേട്ടോ, കുറയ്ക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് 1 മിനിറ്റ് മസാല ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ പച്ചമണം മാറുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പുഴുങ്ങിയ മുട്ട എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ കണ്ണൂരിലൊക്കെ രാവിലെ പ്യാപ്പിളമാർക്ക് ചായ കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു വിഭവം കൂടിയാണ് കേട്ടോ കായ് വാട്ടിയതും അതുപോലെ തന്നെ ഈ മുട്ട മസാലയൊക്കെ. അതുപോലെ തന്നെ വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയായിട്ട് എന്തായാലും ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ തട്ടുകടയിലൊക്കെ എല്ലായിടെയും കാണുന്നതാണ് കേട്ടോ. കൂടുതലും തട്ടുകടയിൽ കാടമുട്ട വെച്ചിട്ടാണ് ഇത് ചെയ്യാറുള്ളത്. ഏത് മുട്ടയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് മുട്ട ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുട്ടയൊന്നും പൊട്ടാതെ കിട്ടുകയും ചെയ്യും, നന്നായിട്ട് മസാല പിടിക്കുകയും ചെയ്യും. ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മുട്ടയുടെ മസാലയൊക്കെ അതിലേക്ക് ഇങ്ങനെ പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ മുട്ട ഇട്ടതിന് ശേഷം 1-2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ആ മസാലേൻ്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ടാവും. ഒട്ടും തന്നെ കുത്തലോ മുളകിൻ്റെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെ വേണേൽ സെർവ് ചെയ്യാം. ഞാൻ എന്തായാലും ഇത് ചായയുടെ കൂടെയാണ് കേട്ടോ കഴിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഓരോരുത്തരും എരിവ് അവരവരുടെ പാകത്തിനനുസരിച്ച് മാത്രം എടുക്കുക. ഇത് കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കുന്ന ഒരു ഡിഷും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതേ നമുക്കിനി ഇതൊന്ന് എടുത്ത് കഴിച്ച് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ ശരിക്കും കഴിച്ചവർക്ക് വായിൽ വെള്ളം നിറയും കേട്ടോ. ഇതിങ്ങനെ പൊളിച്ചിട്ട് നമ്മൾ ബാക്കി മസാല ഉണ്ടാവില്ല, അത് ഇതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ടാവും. അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചായക്കടിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡിയാൻസ് kannur കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.